നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ അഖിൽ എണ്ണാടിയുടെ ഭാര്യ ഏതൊരു ബസ് കണ്ടക്ടറോട് ഒളിച്ചോടി പോയി. ഇപ്പൊ എല്ലാവരും ആ പെൺകുട്ടീനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്റ് കണ്ടു. ഒരാള് പോലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആ പെൺകുട്ടി വെറും ഒരു പാവം പെൺകുട്ടിയാണ്. അതെ, ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ചെയ്തത് അഖിലാണ്. 2-3 വർഷത്തെ പ്രണയമാണ്. അതിനുശേഷം 2-3 വർഷം ഒരുമിച്ച് താമസിച്ചവരാണ്. അപ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഒന്നും വേണ്ട. ഇപ്പൊ പലരും പറഞ്ഞു നടക്കുന്നത് അഖിൽ എൻആർഡി മറ്റേ എന്തോ ആണ്, അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയാതെ ഒളിച്ചോടിപ്പോയത് എന്ന രീതിയിൽ. അവിടേക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു മനസ്സിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അത് 3 വർഷം പ്രണയിച്ച ഒരു വ്യക്തിയെ, 2 വർഷം തൻ്റെ കൂടെ താമസിച്ച ഒരാളെ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലോട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് ഒളിച്ചോടിപ്പോയെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അത്രയ്ക്ക് പാപമാണെന്ന് പറയുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അത്രയ്ക്ക് സഹിക്കാൻ കഴിയാതെ പോയതാണെന്ന് പറയുന്ന കുറേ ചേട്ടന്മാർ. അവരൊന്ന് ചിന്തിക്കണം, ഇനി അത്ര സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇങ്ങനെയായിരുന്നോ പോകേണ്ടത്? മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നല്ലോ. അതിനുശേഷം ഡിവോഴ്സിന് ശ്രമിക്കാമായിരുന്നല്ലോ. ഇതൊന്നും ചെയ്യാതെ തൊട്ടടുത്ത് കണ്ട ബസ് കണ്ടക്ടറുമായിട്ട് ഒളിച്ചോടിപ്പോയിട്ട് ആ പെൺകുട്ടി നല്ല കുട്ടിയാണെന്ന് പറയുന്ന കുറേ മഹാന്മാർ. അവരെ മഹാന്മാരെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇതുപോലെയൊക്കെ നിങ്ങൾക്കും സംഭവിക്കുമ്പോഴായിരിക്കും അതിൻ്റെ വേദന മനസ്സിലാവുന്നത്. ഇവിടെ അഖിലിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത്. അതും ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് വന്ന് സാധാരണ റീലൊക്കെ ഇട്ട് ഒരു സിനിമയുടെ നായകനായിട്ടൊക്കെ വരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അവിടേക്ക് ആ സിനിമ പൊട്ടിയോ വിജയിച്ചോ എന്നുള്ളതിലല്ല, അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള സമയത്ത് തൻ്റെ ഭാര്യ ഇങ്ങനെ ഒളിച്ചോടി പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ചിലർ പറയുന്നത് അഖിൽ എൻആർഡി മറ്റേ എന്തോ ആണ്, അവൻ ഗേ ആണ്, അതുകൊണ്ട് സഹിക്കാൻ കഴിയാതെ രക്ഷപ്പെട്ടതാണ്. ഇനി ഗേ ആണെങ്കിൽ തന്നെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഗേ ആണെങ്കിൽ ആരൂടെ വേണമെങ്കിലും ഒളിച്ചോടി പോവാം, എന്തും ചെയ്യാം എന്ന നിലയിലാണോ? ഒരിക്കലും അത് ശരിയായുള്ള കാര്യമല്ല. അവർ നിയമപ്രകാരം കല്യാണം കഴിച്ച 2 വ്യക്തികളാണ്. അതിനു മുമ്പ് തന്നെ അവർ പ്രണയത്തിലായിരുന്നു. അതിനുശേഷം 2 വർഷം അവരൊരുമിച്ച് താമസിച്ചവരാണ്. അപ്പോഴുള്ള ചെറിയൊരു അടുപ്പം പോലും വേണ്ട. സാധാരണ ഒരു പട്ടിക്കുട്ടിയെ നമ്മളെടുത്ത് വളർത്തുകയാണെങ്കിൽ തന്നെ ആ പട്ടിക്കുട്ടിയോടൊരു സ്നേഹം കാണുമല്ലോ. ആ ഒരു തരത്തിൽ പോലും ഉള്ളൊരു സ്നേഹമല്ലാതെ ഈ രീതിയിൽ ഒരാളെ കൊല്ലുന്നതിനേക്കാളും വലിയൊരു കുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ആ പെൺകുട്ടി പാവമാണ് എന്ന് പറയുന്നവരോട് എന്താണ് പറയേണ്ടത്? എന്തിന്? ആ ഓടിപ്പോകുന്ന ആ രംഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 3 വർഷം തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ച് 2 വർഷം കൂടെ താമസിച്ച ഭർത്താവിനോടുള്ള സ്നേഹം ആ ഓട്ടത്തിൽ തന്നെയുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ CCTVയിൽ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഡ്രൈവറിനൊപ്പമാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന CCTV ഫുട്ടേജാണിത്. ഇപ്പം നമ്മൾ ഈയിടെയും കൂടി അവരെ 2 പേരെ ഒരുമിച്ചുള്ള ഇവിടെയൊക്കെ അഖിൽ എൻആർഡി വേറെ എന്തൊക്കെയാണ്, ആ പെൺകുട്ടിക്ക് ഇത്രയും നാളും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോയത് എന്ന് പറയുന്നവരുണ്ട്. അവിടെയൊക്കെ അങ്ങനൊരു കാര്യം തെളിഞ്ഞിട്ട് പോലുമില്ല. പലരും പറഞ്ഞു നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി ആർക്കും അറിയത്ത് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കഥ വിനയുന്നത്? ഇനിയിപ്പോൾ അങ്ങനെ ആയാൽ തന്നെ അവർ 3 വർഷം പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അവിടെയൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇനി അഖിൽ എൻആർഡി അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അവിടേക്ക് ഇനി അഥവാ ഇനി അങ്ങനെ തെളിഞ്ഞാൽ പോലും, അഖിൽ എൻആർഡി അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് തെളിഞ്ഞാൽ പോലും അതിലെങ്ങനെയായിരുന്നു കാര്യങ്ങൾ ചെയ്തു പോകേണ്ടത്? അവർ മ്യൂച്വലി ഒരു ഡിസിഷൻ എടുക്കുക, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു തീരുമാനം എടുക്കുക. അതിനുശേഷം സെപ്പറേറ്റ് ആകുകയാണെങ്കിൽ അഖിൽ എൻആർഡി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്, അതായത് 5 വർഷം തൻ്റെ കൂടെ ഉള്ള ഈ വ്യക്തിക്ക് ഇത്രയും ഒരു മാനസിക പ്രശ്നം ഉണ്ടാകുമായിരുന്നു? അവിടെയൊക്കെ ഈ വ്യക്തിയെ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തു. ഒന്നിനും കൊള്ളാത്തവൻ എന്ന നിലയിലോട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ട് പോയതാണ്. അപ്പോഴും ഓർക്കണം, 3 വർഷം പ്രണയിച്ച് 2 വർഷം തൻ്റെ കൂടെ താമസിച്ചൊരു വ്യക്തിയാണ്. അങ്ങനൊരു വ്യക്തിയെ ഈ രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇവിടെ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അത്ര പ്രശ്നം കാണത്തില്ലായിരുന്നു. അധികം മീഡിയയിൽ ചർച്ച ചെയ്യത്തില്ലായിരുന്നു. ആളുകൾക്ക് ഇത് അറിയത്തില്ല, ആളുകൾക്ക് ഇതിൽ ഇൻട്രസ്റ്റും കാണത്തില്ല. പക്ഷെ അഖിൽ എൻആർഡി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലുള്ള മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണ്. കാരണം അത്രമാത്രം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇനി ആരോടൊക്കെ ആൻസർ പറയേണ്ടി വരും? ആരൊക്കെ ഇദ്ദേഹത്തെ പുച്ഛിച്ച് കാണും? അവിടേക്ക് ഈ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഈ വ്യക്തിയെ ഒന്ന് സേഫ് ആക്കാമായിരുന്നു. ഈ വ്യക്തിയെ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ നിയമപരമായിട്ട് വേർപിരിഞ്ഞ് പോകാമായിരുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ആ വ്യക്തിയെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഇട്ടുകൊടുത്ത് അവൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ പെണ്ണ് ഒളിച്ചോടിപ്പോയത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഇടയുണ്ടാക്കി വെച്ചിട്ട് ആ പെൺകുട്ടി പാവമാണ് എന്ന് പറയുന്നതോട് ഒട്ടും യോജിപ്പില്ല. അതിനി
അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തി ഇനി എത്ര ക്രൂരനായാലും അതിനോട് ഒട്ടും യോജിപ്പില്ല. അവിടെയൊക്കെ അഖിൽ NRD ഇനി ക്രൂരനാണെന്ന് വെച്ചോ, ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നവനായിരുന്നു, ഇല്ലെങ്കിൽ മാനസികമായിട്ട് ഉപദ്രവിക്കുന്നവനായിരുന്നു എന്ന രീതിയിൽ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിയമപരമായിട്ട് പോകാമായിരുന്നു. ഇവിടെ എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ശാരീരിക പീഡനമോ മാനസിക പീഡനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാറുണ്ട്. ഒന്നുകിൽ നിയമപരമായിട്ട് ഇടപെടും, ഇല്ലെങ്കിൽ അവരുടെ പേരൻസിനെ സമീപിക്കും. ആ രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇവിടെ ശാരീരിക പീഡനമൊന്നും നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ അലിഗേഷൻ കേൾക്കുന്നുമില്ല. പിന്നെന്താണ് മാനസിക പീഡനമോ? അങ്ങനെയും ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെയൊക്കെ അഖിൽ NRD ഈ പെൺകുട്ടിയെ അവഗണിക്കുന്നു, ഈ പെൺകുട്ടിയെ മാറ്റി നിർത്തുന്നു, ഇല്ലെങ്കിൽ അഖിൽ NRDക്ക് വേറെ അഫെയർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് പല വീഡിയോകളും കാണുമ്പോൾ മനസ്സിലാവും അഖിൽ NRD ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന്. ഈ അവസാന നാളുകളിൽ വരെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചാണ് സമൂഹത്തിന് മുന്നിലൂടെ അവൻ നടന്നത്. അപ്പോഴൊക്കെ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടത്. ഇവരിങ്ങനെ ഒളിച്ചോടിപ്പോയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒരു ഷോക്കായി എന്ന് തന്നെ പറയാം. ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ഫേക്ക് ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം അത്രമാത്രം അടുപ്പമായിരുന്നു ഒരു സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ മുന്നിൽ അവർ കാണിക്കുന്നതും ആ രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു, ആ രീതിയിൽ തന്നെയായിരുന്നു അഭിനയിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അഭിനയിക്കുകയാണെന്ന് പറയുന്നത് ആ പെൺകുട്ടി അഭിനയിക്കുമായിരുന്നു. സമൂഹത്തിന് മുന്നിലും എല്ലാവരുടെ മുന്നിലും അഖിൽ NRDയുടെ മുന്നിലും അഭിനയിച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത്. അതായത് 5 വർഷമായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തന്നെ 3 വർഷമായിട്ട് പ്രണയിച്ച് 2 വർഷമായിട്ട് ഭാര്യയെപ്പോലെ കണ്ട ഒരാളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നല്ലൊരു ഭാര്യയായിട്ടാണ് അഭിനയിച്ചതെന്ന്. കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ടു വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവർ ഈ പറഞ്ഞിട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. അവിടേക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അഖിൽ NRD എത്രമാത്രം കാര്യത്തോടെയാണ്, ഇല്ലെങ്കിൽ എത്രമാത്രം ഇഷ്ടത്തോടെയാണ്, എത്രമാത്രം റെസ്പെക്റ്റോടുകൂടിയാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നതെന്ന്. പല ഇൻ്റർവ്യൂവിലും പല ആളുകളും ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ തനിക്ക് താങ്ങായിട്ട് നിൽക്കാറുണ്ട്, തന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്ന രീതിയിലാണ് അഖിൽ NRD ഈ ഭാര്യയെക്കുറിച്ച് പറയുന്നത്. അവിടെയൊക്കെ വേറെ അഫെയർ ഉള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇത്രയും പൂഴ്ത്തി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെയൊക്കെ അഖിൽ NRD ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെ ഒളിച്ചോടി പോകുമെന്ന്. കാരണം പല ഇൻ്റർവ്യൂവിലും അഖിൽ NRDയുടെ സംഭാഷണം കേൾക്കുമ്പോൾ ഭാര്യയോട് അത്ര റെസ്പെക്റ്റോടുകൂടിയും ഭാര്യയെ അത്ര ഇഷ്ടത്തോടു കൂടിയാണ് അഖിൽ NRD പല കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ ബ്രോന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്. ലക്ക് എന്ന് പറയും. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച് എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്, വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ എല്ലാ കാര്യത്തിലും. സപ്പോർട്ടാണ്, വീഡിയോസ് എടുക്കാനും എല്ലാം സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. ഇവിടെയൊക്കെ ഒളിച്ചോടിപ്പോയ വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. അദ്ദേഹം ഒരു ബസ് കണ്ടക്ടറാണ്. ബസ് കണ്ടക്ടറിനെ എന്നും നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. അതൊരു നല്ല തൊഴിലാണ്, അതൊരു മോശം തൊഴിലായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ പറയുന്നേക്കാം ബസ് കണ്ടക്ടറിൻ്റെ കൂടെയല്ലേ ഒളിച്ചോടിപ്പോയെന്നൊക്കെ. അതിനെന്താണ്? ഇവിടെ പോയ രീതിയാണ് നമ്മൾ വിമർശിക്കുന്നത്, അല്ലാതെ വ്യക്തിയുടെ ജോലിയെയൊന്നും
ഇതിലോട്ട് പിടിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ ആ വ്യക്തിയുടെ സ്വഭാവം ഈ രീതിയിലുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇരട്ടപ്പേര് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുമെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം എത്ര നാൾ പോകുമെന്നൊന്നും അറിയത്തില്ല. അവിടേക്ക് ഈ ബന്ധം തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ സിനിമയുടെ പുറകിൽ നടക്കുന്നതുകൊണ്ടായിരിക്കും അഖിൽ NRD ഇതൊന്നും അറിയാഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സിനിമയുടെ ഷൂട്ടിങ്, പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം അറിയാതെ പോയതായിരിക്കാം. അവിടെയൊക്കെ തൻ്റെ കൂടെ കാണുമെന്നുള്ള വിചാരത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോയത്. ഒരുപക്ഷെ അവിടെയൊക്കെ ചെയ്യാമായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നതൊന്നും വലിയ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ഇങ്ങനെയുള്ള പോക്കുകളൊന്നും നിയമപരമായിട്ട് കുറ്റമല്ല. എന്നിരുന്നാൽ തന്നെയും ഒരാളുടെ മാനസികാവസ്ഥ അത് നമ്മൾ നോക്കേണ്ടതാണ്. അതും കേരളത്തിലെ കുറേ ആളുകൾക്ക് അറിയാവുന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഭാര്യ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വിഷമം അതൊരു വലിയ കാര്യമായിട്ട് തന്നെ കാണേണ്ടത് തന്നെയാണ്. അതത്ര കുറച്ച് കാണാൻ കഴിയത്തില്ല. അവിടേക്ക് പ്രണയിക്കുന്നതോ ഇല്ലെങ്കിൽ പുതിയ കല്യാണം കഴിക്കുന്നതോ ഒന്നും ഒരു തെറ്റായിട്ട് പറയാൻ കഴിയത്തില്ല. എന്നിരുന്നാലും ഇവർ ചെയ്യുന്ന ഈ രീതി ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ രാത്രിയിൽ ഇറങ്ങിപ്പോവുക, അതും ഇത്രയും നാളും പ്രണയിച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ചതിച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോവുക, ആ രീതിയോടാണ് അത്ര യോജിപ്പില്ലാത്തത്. അല്ലാത്ത പക്ഷം തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് നിയമപരമായി ഡിവോഴ്സ് ചെയ്ത് അവർക്ക് ആ ഇഷ്ടമുള്ള വ്യക്തിയോടൊപ്പം പോകാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു മാനസിക വിഷമം ആ വ്യക്തി അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചോടിപ്പോയ വ്യക്തി, ആ പെൺകുട്ടി പാവമാണ്, നല്ല കുട്ടിയാണ്, അത് തങ്കപ്പെട്ട കുട്ടിയാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. കാണിച്ചത് മര്യാദയില്ലായ്മയെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിപ്പില്ലാത്ത കുറേ പേര് കാണുമായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഇനി നാളെ ആ കുട്ടി എന്ത് കാരണമായിട്ട് വന്നാലും ഈ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോയോട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.